ഹായ് ഓൾ, ഹോം മേക്കർ ഡാഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗാണ്. ഇന്ന് ഇവിടെ ജൂലൈ 4th ആണ്. അപ്പം ജൂലൈ 4th കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ കരുതി. ജൂലൈ 4th എന്ന് പറയുന്നത് ഇവിടെ US ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള സെലിബ്രേഷൻസ് ഇവിടെയുള്ള ചെയ്യാറുണ്ട്. ഫയർ വർക്ക്സുകളും ഫാമിലി ഗ്യാതറിങ്സുകളും അതുപോലെ തന്നെ പാരേഡ്, കാർ ഷോസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സെലിബ്രേഷൻസ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിനടുത്ത് ഇന്ന് വൈകുന്നേരം ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ദേവസിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഫയർ വർക്ക്സ് പോയി കാണാമെന്നാണ്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ശരിക്കും ഫയർ വർക്ക്സ് കാണുക എന്നുള്ളതൊന്നും അല്ല അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇതൊക്കെ വേറെ കാരണങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഹോം മേക്കർ ഡാഡി. ഡേവിജിനെ റെഡിയാക്കുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആള് ഇത്തിരി എക്സൈറ്റഡ് ആണ്. ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പോകാമെന്ന് രാവിലെ അവനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ആളിരിക്കുന്നത്. അങ്ങനെ ചാടിത്തുള്ളി ആളത് ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ പോകുന്നതെന്ന് പറയണ്ടേവോ? ഫയർവർക്സ്? Want to see the fireworks? ഇവന് എന്നാ ഐസ്ക്രീമാണ് വേണ്ടത്? ഐസ്ക്രീം? സ്പൈഡി ഐസ്ക്രീമാണോ വേണ്ടേ? ഓഹോ. അങ്ങനെ ഒരു രീതിയിൽ അവനെ റെഡിയാക്കി നമ്മൾ ഇറങ്ങി. ആശാണ് ഒരു രീതിയിൽ നമ്മുടെ കയ്യെ പിടിക്കാൻ സമ്മതിക്കില്ല. കയ്യെ പിടിക്കുന്നതിന് പകരം ഇപ്പൊ കോളറെ പിടിച്ചോളാനാ പറയുന്നത്. അതാണ് ഇങ്ങനെ കോളറെ തൂക്കിക്കൊണ്ട് പോകുന്നത്. ഇവിടെയാണെങ്കിൽ നാട്ടിലെ പോലെയല്ല. ഇവിടെ കാർ സീറ്റ് എന്ന് പറയുന്നത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമുക്കിട്ട് പണികിട്ട ചാൻസ് ഉണ്ട്. അവിടെ നാട്ടിൽ പോലെ തന്നെ ഇരുത്തി ശീലിപ്പിച്ചുകൊണ്ട് വലിയ സീനില്ല. ആളിപ്പം സ്വന്തമായിട്ട് കയറിയെങ്കിൽ ഇരുന്നോളും. നമ്മൾ സ്ട്രാപ്പിട്ടാൻ കൊടുത്തേച്ചാൽ മതി. അപ്പം ആ സാധനത്തിൽ കയറിയൊക്കെ ഇരുന്ന് റെഡി ആയിട്ട് പോകാൻ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ചരിത്രത്തിലോട്ട് കിടക്കാം. 1776 ജൂലൈ 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ഇൻഡിപെൻഡന്റ് നേഷനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അന്നാണ് 13 അമേരിക്കൻ കോളനികൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭരണാധികാരത്തിൽ നിന്ന് മോചിതരാകുന്നത്. നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് പോലെ തന്നെ ഇന്ന ദിവസം അമേരിക്കക്കാർക്കും ഒരു ഹോളിഡേ ആണ്. യാത്രകൾ, ഫാമിലി ഗെറ്റ് ടുഗദർ, പരേഡുകൾ, അങ്ങനെ പല പല ആഘോഷ രീതികളായിട്ട്. പിന്നെ ഫയർ വർക്ക്സ്. നമ്മളത് പോകുന്നത് അങ്ങനെ ഒരു ഫയർ വർക്ക്സ് കാണാനാണ്. നല്ല തിരക്കായിരുന്നു. ചെന്നപ്പത്തിന് പാർക്കിലോട്ടൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. പിന്നെ ഒരു രീതിയിൽ ബാക്ക് സൈഡിൽ ഒരു പാർക്കിലോട്ട് കണ്ടുപിടിച്ച് അവിടെ വണ്ടിയൊന്ന് പാർക്ക് ചെയ്തു. ഇവിടുത്തുകാരൊക്കെ നേരത്തെ എത്തി. അവിടെ ട്രക്കിൻ്റെ ലോഡിങ് ഏരിയയുടെ മുകളിലും വണ്ടിയുടെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പലരും കസേരയും ഡ്രിങ്ക്സും എല്ലാം ആയിട്ട് സെറ്റപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആളെ മീറ്റ് ചെയ്തിട്ട് കുറേ നാളായി. അവൻ്റെ കുട്ടിയുടെ ഷോളിലാണ് ഡേവിസിൻ കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. പിന്നെയാണ് ഡേവിസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സംഭവിച്ചത്. അത് വേറൊന്നുമല്ല, ഐസ്ക്രീം. കാര്യം പറഞ്ഞാൽ ഇത് കഴിക്കാനാണ് ആൾ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. ഫയർ വർക്ക്സും കാര്യങ്ങളൊന്നും ആൾക്ക് അത്ര ഇതായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഐസ്ക്രീം കിട്ടിയല്ലോ, ആൾ ഹാപ്പി. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാളിനും ഉത്സവത്തിനും കാണുന്ന വെടിക്കെട്ടിൻ്റെ അത്രയും കുമ്പൊന്നും വരികയില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വെടിക്കെട്ട്. ഇവിടെ ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഫയർ വർക്ക്സ് അല്ലാതെ ബാക്കിയുള്ള ഫയർ വർക്ക്സ് ഒന്നും അലൗഡ് അല്ല. നമുക്ക് വീട്ടിൽ മേടിച്ച് പൊട്ടിക്കാൻ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവർക്കൊക്കെ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ്. മൊത്തത്തിലൊരു 10-20 മിനിറ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളൊന്നും ഡേവിസിന് ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട്, കണ്ടിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ, പക്ഷെ ഇങ്ങനെ ഇത്രയും നീളമുള്ളത് ആൾ കണ്ടിട്ടില്ല. അപ്പോൾ ആള് അത്യാവശ്യം എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഒരു നല്ല ദിവസം അവസാനിച്ചിരിക്കുന്നു. ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഫോർ നൗ.